ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. പോയ കാര്യം എന്തായിരുന്നു? അവരെന്നെ അപമാനിച്ചയച്ചു. പത്ത് പിള്ളേരെ അക്ഷരം പറഞ്ഞു കൊടുത്തവനാ ഞാനെന്നെങ്കിലും ആ സ്ത്രീ കണക്കാക്കിയില്ല. ഇങ്ങനെ അതൊന്നും കാര്യാക്കണ്ടെന്ന്. ഓനിക്ക് ചൊണയുണ്ടായ പെണ്ണിനെയും കൊണ്ട് മാറി താമസിക്കാലോ. എന്തേ? അതൊന്നും നടക്കില്ല പോയത്. ഒരു നേരത്തെ കഞ്ഞിക്ക് അന്വേഷിക്കാൻ കഴിവുള്ളവന് ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കും. എന്നെ ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എന്റെ അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനിവിടെ കഴിഞ്ഞോളാം. മറ്റൊരു വിവാഹം എനിക്ക് വേണ്ട. വരണുണ്ട്. രവീന്ദ്ര, എന്താ അമ്മേ? നിന്റെ എത്രാമത്തെ വയസ്സിൽ നിന്റെ അച്ഛൻ മരിച്ചു എന്ന് നിനക്കറിയാമോ? 7ാമത്തെ വയസ്സിലാണെന്ന് അമ്മ പറയാറുണ്ടല്ലോ. നിന്നെ ഈ നിലയിൽ വളർത്തിയെടുക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടം സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? കുറേയേറെ സഹിച്ചു കാണും. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെ അനുസരിക്കേണ്ടത് മകന്റെ കടമയല്ലേ? എനിക്ക് മനസ്സിലായില്ല. എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്ത? അമ്മ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഓ, ഞാൻ വിവരമില്ലാത്തവളായിരിക്കും. അതല്ലമ്മേ. അപ്പൊ പിന്നെ പറയണം. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നത് വാസ്തവമാണ്. രാമുണ്ണി മാസ്റ്ററുടെ മകൾ വിമലെ. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. മതിയടാ, മതി. എന്റെ ഈശ്വരാ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. അയ്യോ, എനിക്ക് ജീവിച്ചിരിക്കണ്ട. എന്റെ മക്കൾക്ക് ആർക്കും എന്നെ വേണ്ട. ചേട്ടനോട് ഞാൻ പോയി ഡോക്ടറെ. ശരി. അമ്മേ, അമ്മേ. മോനെ, അമ്മ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്ന അറിഞ്ഞൂടാ. മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്റെ മോനെ, അമ്മയ്ക്ക് വിഷമമുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതെങ്ങനെയാ? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ മോൻ കല്യാണം കഴിക്കുമെന്ന് നിർബന്ധം പിടിച്ചാൽ മനസ്സ് വിഷമിക്കാണ്ടിരിക്കുവോ? അപ്പോട്ടാ മോനെ രവി, അമ്മയുടെ ഇഷ്ടത്തിനെതിരായി നീ ഒന്നും പ്രവർത്തിക്കില്ലെന്ന് എനിക്ക് വാക്കു തരണം. അല്ലെങ്കിൽ ശരി. മാസ്റ്റർ എന്നോട് ക്ഷമിക്കണം. തെറ്റെന്റേതാണ്. അമ്മയെ എതിർക്കാൻ ശക്തിയില്ലാത്ത ഞാൻ വിമലയെ സ്നേഹിച്ചുകൂടായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. അമ്മയുടെ കുടുംബ സ്വത്ത് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ പെരുവഴിയിലായിരുന്നു. ആരെതിർത്താലും വിമലയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അമ്മ ഒരു ഹൃദ്രോഗിയാണ്. ഞാൻ അമ്മയെ അനുസരിക്കാതിരുന്നാൽ അത് അവരുടെ മരണത്തിനിടയായിരിക്കും. വിമലയെ ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു കൊടുക്കും. മാസ്റ്റർ എന്താ ഒന്നും മിണ്ടാത്തത്? മാസ്റ്റർ, 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 മാസ്റ്റർ. ആ രാവുണ്യവാദ്യാരെ സോമടക്കിനെ നമ്മുടെ രവിക്കുഞ്ഞും പോയെന്ന് കേട്ടു. ചേട്ടനെ പഠിപ്പിച്ച സാറല്ലേ? ആ വാദ്യാരി ഇവിടെ വന്ന് കല്യാണാലോചിച്ചപ്പോഴേ ദൈവം വിചാരിച്ചതാ. ഇനി ഈ വിവരഘോഷ ഇവിടെ ഇട്ടേക്കണ്ട, അങ്ങ് വിളിച്ചേക്കാൻ വന്നു. മൂപ്പരൊരു കാര്യം തീരുമാനിച്ചാൽ ഒട്ടും താമസിക്കില്ല. ഒട്ടനെ നടപ്പാക്കൂ. ഓ, ആ കണ്ണിമാങ്ങ പറഞ്ഞ എവിടെ വെച്ചു പോളെ? പെട്ടിയുടെ ഒരറ്റത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, കണ്ണിമാങ്ങ പറഞ്ഞൊന്നും പെട്ടിക്കകത്ത് വെക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മുളകാറ് കൊണ്ട് 2-3 ഷർട്ട് നാശമായത്. ഈ പ്രാവശ്യം ആ കുഴപ്പം പറ്റില്ല. ഞാൻ കണ്ണിമാഭരണി ഈ അണ്ടർവെയറിനകത്താക്കി പൊതിഞ്ഞാ വെച്ചിട്ടുള്ളത്.
അഥവാ ഇനി മുളകാറ് വീണാലും ഉടുപ്പി പറ്റില്ല. ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കേക്കില്ല. മോളെ കാച്ചി എണ്ണ എവിടെ വെച്ചു? അതും പെട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെന്ന്. ആ, ചോർന്നു പോകാൻ ഇടയുള്ള എല്ലാ സാധനങ്ങളും മുണ്ടുപെട്ടിക്കകത്ത് തന്നെയാ വെച്ചിട്ടുള്ളത്. എല്ലാത്തിനും ഒരു സൂക്ഷ്മത ഉണ്ടായിരിക്കണമല്ലോ. മോനെ, ഇത് രാസനാദി പൊടിയാണ്. ദിവസവും കുളിച്ചിട്ട് തല നല്ലവണ്ണം തോർത്തിട്ട് ഇത്തിരി രാസനാദി തിരുമണം. ശരി ശരി, ഒന്ന് വേഗം ആവട്ടെ, ട്രെയിന് സമയമായി. നാണി, ഇനി അവിടെ ഒന്നും ബാക്കിയില്ലല്ലോ. ആ, പെട്ടി എടുത്തോട്ടെ. രാമു, എടാ രാമു, എഴുന്നേക്കടാ. എന്തു പറ്റി നിനക്ക്? എന്ത് പറ്റാ? നിനക്ക് 2 ദിവസം കൂടി താമസിച്ച് വന്നാ പോരായിരുന്നു. വീട്ടിൽ ചെന്നപ്പോ അമ്മ വിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? നിന്നെ അമ്മ പിടിച്ചു നിർത്താൻ നോക്കുന്നു. ഞാൻ എവിടെയെങ്കിലും പറ്റിക്കൂടാൻ നോക്കുന്നു. എടാ, നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? നീ ധൈര്യപൂർവ്വം വീട്ടിൽ ചെന്നാ അവര് കയറ്റാതിരിക്കും. ചിറ്റമ്മയോ കേറ്റും. പിന്നെ ജീവനോട് അവിടെ ഇറങ്ങി വരില്ലെന്ന് മാത്രം. അച്ഛനും അമ്മയില്ലാത്ത എനിക്ക് അവിടെ എന്ത് കാര്യം? ശരി, എന്തോ ആവട്ടെ, നീ എഴുന്നേക്ക്. എങ്ങനെ എഴുന്നേൽക്കുന്നത്? ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. നമുക്ക് വഴിയുണ്ടാക്കാം. അവിടെ നിൽക്കുന്ന പെട്ടി ഞാൻ എടുത്തുള്ള അതിനകത്ത് വല്ല തിന്നാൻ കാണും. എടാ എടാ എടാ, കന്നിവാങ്ങുണ്ട് അതിനകത്ത്. പതുക്കെ പതുക്കെ. കണ്ണി വാങ്ങ എന്തെങ്കിലും. എന്താണ് ഇയാൾ മര്യാദകൾ കഴിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അറിയില്ലല്ലേ? ഇയാൾ കുറെ നേരമായി എന്നെ തൊട്ട് വിളിക്കുന്നു. ഞാനോ? അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് അനാവശ്യം കാണിക്കാല്ലേ? നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങളെ തൊട്ട് വിളിച്ചത് ഇയാളല്ല, ഈ കുട്ടിയാണ്. അടിച്ച് കരണം പൊട്ടിക്കേണ്ടത്. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അവൾ വയറ് വേശിന്നിട്ടാ തോന്നുന്നത്. പാവം, അവൾ ഒരു ഊമയാണ്. വലിയ വീട്ടിലെ പെണ്ണാണെന്ന് തോന്നുന്നുണ്ടല്ലോ. വലതും കൊടുത്തോട്ടെ. കൊടുത്തു വേണ്ടില്ലേ പെൺകുട്ടികൾ അഹങ്കാരികളാവരുത്. മാറി നിൽക്ക്. ഞാൻ തൊട്ട് നിങ്ങളുടെ പാതപ്പെടുത്തും പോണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രാമോ, എടാ രാമോ, രാമോ, നീ എന്താ ചില വേലക്കാരെ വിളിക്കുന്നു? എനിക്കൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. എടാ, ഇന്ന് രാവിലെ ഞാൻ ആരെയാ കണി കണ്ടത്? എന്താ? നീ ചോദിച്ചതിന് സമാധാനം പറ. നീയല്ലേ രാവിലെ ചായയും കൊണ്ടുവന്ന് എന്നെ ഉണർത്തിയത്? ആ സംഭവം എന്താണെന്ന് പറയാ. ഇഷ്ടം ഒന്നും പറയണ്ട. ഇന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് തല്ലുണ്ട്. കോൾ അടിച്ചല്ലോ. എന്തിനാ? സംഗതി വെറും തെറ്റിദ്ധാരണയാ, പക്ഷെ കൊള്ളേണ്ടത് കൊണ്ടില്ലേ? അത് ശരി. അതാ സാറ് കണിയുടെ കാര്യം പറഞ്ഞല്ലേ. കണി കണ്ട സാറിന്റെ മുഖം തന്നെയാ. എന്റെ ഞാൻ ചായ കൊണ്ടുവരാൻ സ്വല്പം വൈകിപ്പോയി. ചായ കൊണ്ടുവരുമ്പോ സാറ് കണ്ണാടി നോക്കി പല്ലിയൊക്കെയായിരുന്നു. ഓർമ്മയുണ്ടോ? പോടാ, അവന്റെ ഒരു കണ്ടുപിടുത്തം. അത് കിട്ടെ. സംഭവം എങ്ങനെ? സംഭവം ഇങ്ങനെ. സംഭവം സ്വല്പം ചൂടുള്ളതാണല്ലോ. എടാ, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുമ്പോ ഒരു പെണ്ണിന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ. അവള് ഞാനാന്ന് വിചാരിച്ചു. അടിയും പറ്റിച്ചു വന്നു. സത്യത്തിൽ സംഭവം നടത്തിയ ഒരു ഭിക്ഷക്കാരി പെണ്ണായിരുന്നു. ആ പെണ്ണ് കൊള്ളാമോ? ആര്? ഭിക്ഷക്കാരിയോ? അതല്ലടാ, അടിച്ച പെണ്ണ്. എടാ, തല്ലുകൊണ്ട് ആർക്കെങ്കിലും പെണ്ണ് നോക്കാൻ മൂട് കിട്ടുമോ? എടാ, നിനക്ക് ലോകത്തെ കുറിച്ച് വല്ല പേരുണ്ടോ? ഇല്ല. എടാ, പെണ്ണ് പിണങ്ങിയാൽ അത് ഇണക്കത്തിന്റെ ലക്ഷണമാണെന്നാ. ഇവിടെ നിന്നാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ലോകചരിത്രത്തിലെ പ്രേമബന്ധങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. ഒരു കടലാസ് എടുത്ത് ഈ കഥകൾ മുഴുവൻ അങ്ങ് എഴുതി വെക്കും. ഞാൻ സൗകര്യം പോലെ വായിച്ചോളാം. പേനയുണ്ടോ? ഈ ഫയലെടുത്തേക്ക്.
സോറി. വെറുതെ എടുക്കാൻ പാടില്ല. കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത് സംഭവിച്ചു? ഓരോ പൂവാലന്മാരും കൂടെ ഇറങ്ങിക്കോളും. കണ്ടില്ലേ? പെൺകുട്ടികളെ റോഡിൽ നിൽക്കാൻ സമ്മതിക്കില്ല. വീട്ടിൽ വിട്ടാൽ മതി, പോലീസ് സ്റ്റേഷൻ വിടണ്ടേ? അപ്പോ അല്ലെ വീട്ടിൽ വിട്ടാൽ മതി, പോലീസ് സ്റ്റേഷൻ വിടണ്ട. അയ്യോ, പോലീസ് സ്റ്റേഷൻ വിടണ്ടേ? അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ കൊണ്ട്. അയ്യോ വിടണേ. അയ്യോ അയ്യോ അയ്യോ, എന്നെ വിടണേ. അയ്യോ അയ്യോ നിങ്ങൾ ആരാ? എങ്ങനെ ഇവിടെ എത്തി? എന്റെ പേര് രാജൻ. ഞാനൊരു കൂട്ടുകാരനെ അന്വേഷിച്ചിറങ്ങിയത്. അപ്പോഴാണ് നിങ്ങളുടെ നിലവിളി കേട്ടത്. ഓ, എന്റെ പൊന്നു രാജ, രാജൻ സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ മഹാഭാവികളെ എന്നെ തല്ലി കൊന്നു കളഞ്ഞാൻ. അവരാരാണ്? അവരെന്തിനാ നിങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞാനൊരു അഡ്വക്കേറ്റാ, പേര് ഭാസ്കരമേനൻ. ഞാൻ വാദിക്കുന്ന ഒരു കൊലക്കേസിന്റെ പ്രതിഭാഗം ആളുകളാണ് അവർ. ഒരു പുതിയ കേസിനെ പറ്റി സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാ. അവരെന്നെ ചതിച്ചതാ. ഓ, കൈ വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. വരൂ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ ഇരുന്ന് സംസാരിക്കാം. രാജൻ, ഇതാണ് എന്റെ മകള് ഗീത. മോളെ, ഇത് രാജൻ, അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആളാ. മരണത്തിൽ നിന്നോ? ആ, അതൊക്കെ പിന്നെ പറയാം. നീ പോയി കുറച്ച് ചൂടുകൾ ഉണ്ടായിക്കൊണ്ടുവരും. വരൂ മിസ്റ്റർ രാജൻ, വരൂ. ഇത് ഇങ്ങോട്ടിരിക്കാം. കൈക്ക് വല്ലാത്ത പരിക്കുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. സാരമില്ല. കഷ്ടമായിപ്പോയി. എന്നെ രക്ഷിക്കാമെന്ന് രാജനായി ഇപ്പൊ പരിക്ക്. സാരമല്ലേ, ഞാൻ ഡോക്ടറെ വിളിക്കാം. ആ മോളെ, ഞാൻ തുണിമുക്കി രാജന്റെ കൈയും തുടച്ചു കൊടുക്കൂട്ടോ. ഹലോ, ഡോക്ടർ രാമേന്ദ്രനല്ലേ? ഇത് അഡ്വക്കേറ്റ് ഭാസ്കരനാ. പിന്നെ അടിയന്തരമായിട്ട് എന്റെ വീട് വരെ ഒന്ന് വരണമല്ലോ. അതെ, എന്റെ ഒരു സുഹൃത്തിന്റെ കൈക്ക് പരിക്ക് പറ്റി. ആ ബാൻഡേജിനുള്ള സാമഗ്രികളെല്ലാം കൂടെ കൂടി കൊണ്ടുവരും കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു.
രാജൻ, ഡോക്ടർ ഇപ്പോൾ വരും. എന്താ ഉണ്ടായത്? ഒന്നും പറയണ്ട എന്റെ മോളെ. ഇന്ന് വൈകുന്നേരം കേസിന്റെ കാര്യം സംസാരിക്കാൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടർ എന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലേ? അവരെന്നെ ഒരു ഒഴിഞ്ഞ ബംഗ്ലാവിൽ കൂട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു. തക്ക സമയത്ത് രാജൻ ഇടപെട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോള് പോയി ഞങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കാൻ പറയും. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് മിസ്റ്റർ രാജൻ? സുഖമുണ്ട്. ആ കൈ അധികം അനക്കണ്ട. ഇല്ല, ഈ കൈക്ക് വലിയ കുഴപ്പമില്ല. ഓ, ഞാൻ ആ നേഴ്സിനോട് പറഞ്ഞ 2 കൈയും കൂടെ ഇങ്ങനെ കെട്ടരുതെന്ന്. എന്ന് പറഞ്ഞുകൊണ്ടായോ മിസ്റ്റർ രാജൻ? മുറിവ് ഉണങ്ങണ്ടേ? ഓഫീസിൽ പോകാൻ പറ്റാതായി. കുറച്ച് ദിവസം ഇവിടെ താമസിക്കൂ. സൂക്കേട് ഭേദമായിട്ട് പോയാൽ മതി. എന്നാൽ ഞാൻ എന്റെ റൂമിലേക്ക് തന്നെ പോവുകയാണ്. എന്താ ഇവിടെ അസൗകര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, എങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. ഒറ്റയ്ക്കാവാതിരിക്കാനാണ് കുറച്ച് നാൾ കൂടി ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ആ പിന്നെ മിസ്റ്റർ രാജന്റെ റൂംമേറ്റിന് ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല കേട്ടോ. അവിടെ പോയാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ആരാ ഉള്ളത് മിസ്റ്റർ രാജൻ? ഇവിടെ എന്റെ മോളുണ്ട്, സർവൻസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും അവരോട് പറഞ്ഞേച്ചാൽ മതി. ആ പിന്നെ മോളെ രാജന്റെ ഡ്രസ്സെല്ലാം അടുപ്പിച്ചല്ലോ. ഇത് രാജന്റെ സ്വന്തം വീടാണെന്ന് കണക്കാക്കി ഇവിടെ താമസിച്ചോളൂ. ആ എനിക്ക് കോടതി പോകേണ്ട സമയമായി. മോളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളാണ്. അപ്പൊ ഞാൻ വരട്ടെ. ശരി. ആ രാജന് സമയത്ത് ആഹാരം കൊടുക്കണം. നീ കോളേജിലോ മറ്റോ പോവുകയാണെങ്കിൽ സർവൻസിനെ ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചിട്ട് വേണം പോവാൻ. ഞാൻ വരട്ടെ. ബൈ ബൈ.